മാങ്കൂട്ടത്തിൽ നിന്ന് വളരെയധികം നിർണായകമായൊരു ദിവസമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ 10ാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. രാഹുലിന് ഇന്ന് അതിനിർണായകമായൊരു ദിവസമാണ്. രാഹുലിനെ തുണയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കിയാൽ എല്ലാ തെളിവുകളും ഹാജരാക്കാം എന്നുള്ള ഒരു പരാമർശമാണ് ഹർജിയിലെ. അത് എത്രത്തോളം രാഹുലിനെ തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്? ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലുള്ളത്. കാരണം ഇതിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം സംബന്ധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഹർജിയുമായിട്ട് രാഹുൽ എത്തിയിരിക്കുന്നത്. ഏതായാലും കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നു. സിംഗിൾ ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് തനിക്ക് സാവകാശം നൽകണം, ഇത് അറസ്റ്റ് ഒഴിവാക്കിയാൽ മുഴുവൻ തെളിവുകളും നൽകാമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ വാദമുഖമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുണ്ട് എന്നൊരു ഇരവാദം കൂടിയെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ തനിക്ക് ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ തനിക്ക് കഴിയും, ഇതിനുള്ള എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് താൻ ഈ കേസിൽ സാവകാശം ആവശ്യപ്പെടുന്നത് എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് പറയുന്നത് ഈ പെൺകുട്ടി പരാതി നൽകാൻ വൈകി. ഈ പരാതി നൽകാൻ വൈകുന്നതിന് കാരണം മറ്റ് പലതുമായി അവിടെയാണ് ഈ രാഷ്ട്രീയപരമായ ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട്. ഇതിന് തനിക്ക് ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് നൽകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ യഥാർത്ഥ വസ്തുതകൾ തനിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് സാവകാശം വേണം, അതിന് അറസ്റ്റ് ഒഴിവാക്കി തരണമെന്ന് കോടതിയോട് നേരത്തെ സെഷൻസ് കോടതിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇത് തന്നെയാണ് ഹൈക്കോടതിയിലേക്കും നൽകുന്നത്. അവിടെയും പറയുന്നത് തനിക്ക് സാവകാശം നൽകിയാൽ തനിക്കെതിരെ വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങളുടെ, ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ അറസ്റ്റ് ഒഴിവാക്കണം എന്ന രീതിയിലുള്ള ഈ അപേക്ഷ തന്നെയാണ്. ഏതായാലും കോടതി ഇന്ന് അത് പരിഗണിക്കുന്നു. ഇതിൽ കോടതി എന്ത് നിലപാടാണ് എടുക്കുക എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. ഉപാധികൾ വേണം, അല്ലെങ്കിൽ ചില ഈ ഉപാധികളോടെയോ മറ്റോ ജാമ്യം അനുവദിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അഭിഭാഷകർ ശ്രമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെയാണ്. കഴിഞ്ഞ ഈ കേസ് ഉയർന്നു വന്ന് പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടം MLA ഇതുവരെയും പോലീസിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. രാഹുൽ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൂടുതലായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് അടക്കം പോലീസ് നീങ്ങുന്നു എന്നത് തന്നെ വ്യക്തമായ സൂചനയുണ്ട്. ഒപ്പം ഈ നേരത്തെയും ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി, ഒരു രണ്ടാമത് പരാതിയുമായി വന്ന പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ളൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തലവനെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വഴി തന്നെ അജി പൂങ്കുഴലി വഴി തന്നെ മൊഴിയെടുക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതുവരെ അവർ ടെലിഫോണിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മൊഴി നൽകുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പരാതി കൂടി സ്വാഭാവികമായത് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ നിർണായകം ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യ ഹർജി തന്നെയാണ്. കോടതി അതിലെ വിശദാംശങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ കഴിഞ്ഞ തവണ എതിർത്ത ഗ്രൗണ്ട്, അത് വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ ജാമ്യം നൽകരുത്, വളരെ ഹീനമായ ഒരു കുറ്റമാണ് നടന്നിരിക്കുന്നത്, അതിൽ ഇയാളുടെ ഒരു ഇടപെടൽ സംശയാസ്പദമായിട്ട് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുക, അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയെല്ലാം ചെയ്തു. ഗർഭചിത്രം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ MLA യുടെ ഇടപെടൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നിർബന്ധിതമായാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നത് പെൺകുട്ടിയടക്കം മൊഴി നൽകിയിട്ടുണ്ട്, പരാതിയുമായിട്ട് നൽകിയിട്ടുണ്ട്, രഹസ്യമൊഴി ഈ കേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും വളരെ സുശക്തമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയിൽ കേസ് രാവിലെ തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഡാനി, അതുപോലെ തന്നെ ഈ രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 10 ദിവസമായി ഇന്നത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം, ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അതിൽ സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങൾ അതിൽ മുക്കിക്കളയുക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കും തന്നെ അത്തരം കാര്യങ്ങൾ ഒരു ചോദ്യവും ഉന്നയിക്കേണ്ട. കാരണം അത്ര കണ്ട സജീവമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ഏതാണ്ട് ഒളിവിൽ പോയ അന്നു മുതൽ തന്നെ ഇത് വീണ്ടും സജീവമാകുകയാണ്. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തരം പരാതികൾ വരുമ്പോൾ തന്നെ അതിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. പക്ഷേ അന്ന് പല ഡിഫൻസുമായിട്ട് പലരും തന്നെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായി പിന്നീട് കേസെടുക്കുമ്പോൾ ഇത്തരം വാദങ്ങൾ കുറച്ച് ദുർബലമാകുന്നു. ഈ രീതിയിലേക്ക് രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ഒരു ശക്തി കുറയുകയും ചെയ്തു. പിന്നീട് ഈ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയപ്പോൾ തന്നെ നടപടിയെടുത്തുകൊണ്ട് കോൺഗ്രസ് മുഖം രക്ഷിക്കുന്ന നടപടികളിലേക്കെല്ലാം തന്നെ അടിയന്തര ഇടപെടലിലേക്ക് നീങ്ങി. ഇതെല്ലാം നടന്നത് തന്നെ കൃത്യമായും രാഷ്ട്രീയ ഒരു നീക്കങ്ങൾ ഇതിന് അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം തന്നെ ഉണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കാരണം അതിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഇതിന് മുന്നിലുള്ളത്. കൃത്യമായി പ്രതിരോധിക്കാനോ കാര്യങ്ങളോ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ അറസ്റ്റ് നടപടികളടക്കം വൈകിക്കുന്നത് മനഃപൂർവ്വമാണ് എന്ന ഒരു രീതിയിലുള്ളൊരു വിമർശനം ഉയരുമ്പോൾ ഇത് ഒളിപ്പിച്ചത് ആരാണെങ്കിലെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്ന മറുചോദ്യമെല്ലാം തന്നെ തിരിച്ചുയരുന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതിന് തടയിടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കീഴടങ്ങാൻ കോൺഗ്രസ് നേതാക്കൾക്ക് നിർബന്ധിച്ചുകൂടാ? അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ നൽകിക്കൂടാ എന്നതെല്ലാം തന്നെ ഉയരുന്നൊരു ചോദ്യം തന്നെയാണ് ഇരു ഭാഗങ്ങളിലും. അതെന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്നൊരു സമയത്ത് തന്നെയാണ്. നമുക്കറിയാം ശബരിമല ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രതിരോധത്തിലേക്ക് സർക്കാർ പോകുന്നു, ഇടതു മുന്നണി പോകുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇതിനെയെല്ലാം തന്നെ പൊതിയുന്ന രീതിയിലേക്ക് മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത്. കാരണം അത്രമേൽ നേരത്തെ ആ വാദം ഉയർന്നുവെങ്കിലും അത് ഒരു സജീവമല്ലാത്ത ഒരു അഗ്നിപർവ്വതം പോലെ തന്നെ അത് പതുക്കെ അത് ഇല്ലാതാകുന്നു എന്നൊരു സംശയം ഉയരുകയും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെ മണ്ഡലത്തിൽ തന്നെ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രചാര രംഗത്തേക്ക് കടക്കുകയും എല്ലാം ചെയ്തൊരു ഘട്ടമുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ കേസും പുകഞ്ഞു തുടങ്ങുന്നത്, സജീവമാകുന്നത്, വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുകയാണ്. MLA ഒളിവിൽ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ തേടി പോലീസ് നടക്കുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഇതെല്ലാം മുന്നിൽ നിർത്തുന്നു. എവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ പ്രസംഗിച്ചാലും ഈ വിഷയം പരാമർശിക്കാതെ കടന്നു പോകില്ല ഇടതു മുന്നണി എന്ന രീതിയിലേക്ക് വരുന്നു. ഇതിനെ എല്ലായിടത്തും തന്നെ കഷ്ടപ്പെട്ട് പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് UDF നേതാക്കൾ ഒന്നടങ്കം മാറുന്ന സ്ഥിതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. അങ്ങനെ പൊതുവിൽ ഇത് വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകം തന്നെയാണ്. താഴെത്തട്ടിലുള്ള പ്രചാരണ രംഗത്ത് പോലും ഈ വിഷയം അത്ര കണ്ട് സജീവമായി വരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു മുകളിൽ പൊതിഞ്ഞു തീർത്ത് അതാണ് ഇപ്പോൾ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് ഏൽക്കുന്നു എന്നതാണ്, കോടതിയിൽ നിന്ന് എന്ത് പറയുന്നു എന്നതാണ്. അതിൽ വലിയ തിരിച്ചടികളുണ്ടാകുമോ, പരാമർശങ്ങളുണ്ടാകുമോ, ഇതെല്ലാം തന്നെയും അതും അടുത്ത വിഷയമായിട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഡാനി, അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പരാതി, അതിൽ കൂടുതൽ നീക്കങ്ങൾക്ക്, കൂടുതൽ അന്വേഷണത്തിന് അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ അത് രാഹുലിന് കൂടുതൽ കുരുക്കാകില്ലേ? രാഹുൽ ഇനി അതിൽ നിന്ന് കൂടി പുറത്തു കടക്കാൻ രാഹുലിന് സാധിക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതിനി രാഹുലിനെ ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക? ഈ കേസ് ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ്. കാരണം നിലവിലുള്ള കേസ് അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് നീങ്ങുന്നു.
അതിനൊപ്പം തന്നെയാണ് പുതിയൊരു പരാതി വരുന്നത്. ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാത്ത രീതിയിലേക്ക് ഒരു ചതുപ്പിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് അടുത്ത കേസ് ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഒരു പരാതി മാത്രമെന്ന രീതിയിലേക്ക് വരികയും കോൺഗ്രസ് നേതാക്കൾ പറയും തങ്ങളത് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയപരമായി സമീപിക്കും. തങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റു പാർട്ടിക്കാർ അങ്ങനെയല്ല, തങ്ങൾ ഏതായാലും ഈ പരാതി കൃത്യമായി തന്നെ പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്, നടപടികൾ എടുക്കട്ടെ എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാൻ, കൃത്യമായ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമാണ് പിന്നീട് അവർക്ക് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന് തന്നെ നിയോഗിക്കപ്പെടുന്നു. അവർ ഈ പെൺകുട്ടിയെ ട്രാക്ക് ചെയ്യുകയും അവരുടെ മൊഴി നൽകുക. ഈ കേസിൽ ഇത് പരാതി എടുക്കേണ്ട കേസ് തന്നെയാണ്. അതുകൊണ്ട് ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. അവർക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘമടക്കം കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിൽ അവർ പരാതിപ്പെടുക, ഔദ്യോഗികമായിട്ട് തന്നെ പരാതിയിലേക്ക് നീങ്ങുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവരെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ആദ്യഘട്ട ഒരു വിശദീകരണമെല്ലാം തന്നെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ ആ പരാതി രേഖപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് മൊഴിയെടുക്കാനുള്ളൊരു സാധ്യതകൾ തന്നെയാണ് വളരെ സജീവമായി നിൽക്കുന്നത്. ഏതായാലും പരാതി ഔദ്യോഗികമായിട്ട് തന്നെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പോലീസിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സംഘടനയ്ക്കാണ് നൽകിയിരിക്കുന്നത്, ഇനി പോലീസിലേക്ക് പരാതി എത്തുന്നു. ഏതായാലും ഇത് വലിയ രീതിയിലേക്ക് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.